Good morning, students. Today we're going to discuss about the sources of financial data. What do you mean by financial data? Financial data of a company contains all the information regarding a company. If an investor evaluates investment alternatives based on his risk and rewards, he selects those investment that meets his objective. ഒരാളുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചായിരിക്കും അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നത്. An investment decision is thus made by an investor based on his projections of future benefits from an investment. ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫ്യൂച്ചർ ബെനിഫിറ്റിനെ ഇവാലുവേറ്റ് ചെയ്ത ശേഷമായിരിക്കും ഒരു ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കുക. This necessitates for a study of the past, present and future performance of a company, industry and stock as investment. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്പനിയുടെതോ ഇൻഡസ്ട്രിയുടെ ഇക്കണോമിയുടെ ഒക്കെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ പെർഫോമൻസും നമ്മൾ സ്റ്റഡി ചെയ്യണം. Performance of securities are affected by the market and economic conditions, policy changes, national and international events, etc. ഒരു കമ്പനിയിലെ സെക്യൂരിറ്റിയുടെ പെർഫോമൻസ് ആ കമ്പനിയുടെ തന്നെ ഇക്കണോമിക് കണ്ടീഷൻസിനെയും പൊളിറ്റിക്കൽ ചേഞ്ചസിനെയും പോളിസി ചേഞ്ചസിനെയും നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. In order to make a good analysis and intelligent decision, the investor should collect information from various sources which are mostly secondary in nature. ഒരു ഗുഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി, ഒരു ഇൻ്റലിജൻറ്റ് ഡിസിഷൻ എടുക്കണമെങ്കിൽ ഇൻവെസ്റ്റർ എപ്പോഴും എന്ത് ചെയ്യണം, വേരിയസ് സോഴ്സസിൽ നിന്ന് ആ കമ്പനീസുമായിട്ട് റിഗാർഡ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്യണം. ഇത് എപ്പോഴും എന്തായിരിക്കും, സെക്കൻഡറി നേച്ചറുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും. കാരണം പ്രൈമറി ഡാറ്റ ഈസ് ബോത്ത് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി അല്ലേ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഡാറ്റാസ് ആണ്. സോ ഇറ്റ് വിൽ ബി ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. There are certain information providers who analyze the data for easy understanding, which forms the important source of information. അതായത് കമ്പനിയിൽ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ടിയിട്ട് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്ന certain ഏജൻസീസ് ഉണ്ട്. അവരെന്ത് ചെയ്യും, അവർ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. The important of them as follows. അതായത് മെയിൻ ആയിട്ട് ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റാസ് കിട്ടാനുള്ള മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സോഴ്സസ് ഓഫ് കമ്പനി ഡാറ്റ, കമ്പനിയിലെ ഉള്ളിൽ തന്നെയുള്ള കമ്പനീസ് ഡാറ്റ എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റ, നമ്മൾ പറഞ്ഞു ഇക്കണോമിക് പോളിസീസും പ്രൈസ് ചേഞ്ചസ് ഒക്കെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അങ്ങനെ റിഗാർഡിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുന്നത് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റാസിലാണ്. പോളിസി ചേഞ്ചസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇവൻറ്റ്സ്, ഇക്കണോമിക് കണ്ടീഷൻ ചേഞ്ചസ് ഒക്കെ ദ സോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഡാറ്റാസിൽ നിന്നാണ് നമുക്ക് കിട്ടുക. Okay, now we will discuss about the sources of company data. Sources of company data contains both historic and futuristic important decisions to the investor. കമ്പനിയുടെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസന്റും ഫ്യൂച്ചറും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള ഡാറ്റാസ് ഒരു ഇൻവെസ്റ്ററിന് അവൈലബിൾ ആയിരിക്കും. സോ സോഴ്സസ് ഓഫ് കമ്പനി ഡാറ്റ കണ്ടെയ്ൻസ് ഓഫ് ആനുവൽ റിപ്പോർട്ട്സ്, പ്രോസ്പെക്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ഗൈഡ്സ് ആൻഡ് ന്യൂസ്പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്. Okay, what do you mean by annual reports? Annual reports or prospects are the company's ഡാറ്റാസ് റിഗാർഡിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ ഇയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആനുവൽ റിപ്പോർട്ട്സിൽ അവൈലബിൾ ആണ്. കമ്പനീസ് ആനുവൽ റിപ്പോർട്ട്സ് ആൻഡ് പ്രോസ്പെക്ട്സ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് കമ്പനി ഡാറ്റ. ഒരു കമ്പനിയുടെ മെയിൻ സോഴ്സസ് ഓഫ് ഡാറ്റ നമുക്ക് കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടും. Annual reports are published by a public company annually. The annual reports contains a chairman's speech, balance sheet, profit and loss account with explanatory notes and reviews of the working of the company over the last 5 to 10 years. അതായത് ഒരു ആനുവൽ റിപ്പോർട്ട് contains of chairman's speech, balance sheet, profit and loss account and also the explanatory notes of the companies over the past 5 to 10 years. Okay, a chairman's speech outlines the events that occurred in the previous year having bearing on the company's performance and how the company responded to those events. അതായത് ഒരു ചെയർമാൻ സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിലെ പ്രീവിയസ് ഇയറിലുള്ള കമ്പനിയുടെ പെർഫോമൻസും കമ്പനി ഇക്കണോമിക് ഇവൻസിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തേക്കുന്നതെന്നും ആ കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ട്സ് ചെയർമാന്
ചെയർമാൻ്റെ സ്പീച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇറ്റ് ഓൾസോ ഔട്ട്ലൈൻസ് വാട്ട് ദ കമ്പനി പ്രപ്പോസ് ടു ദ ഡു ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഒരു ചെയർമാൻ്റെ ആനുവൽ റിപ്പോർട്ട് പ്രസൻറ്റേഷനിൽ ആ കമ്പനി നെക്സ്റ്റ് ഇയറിലേക്ക് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള പ്രപ്പോസൽസ് ഓൾസോ വിൽ ബി കണ്ടെയ്ൻഡ്. Some companies include in their annual report also a statement of changes in financial position and forecast of the earnings to the next couple of years, besides presenting trends in earnings per share, dividend per share, and the share price, vice versa, market and industry indices. അതായത് ഒരു കമ്പനിയിലെ ചില കമ്പനീസ് എന്ത് ചെയ്യും, ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ അടുത്ത ഇയറിൽ വരുന്ന ഏർണിങ്സ് ഫോർകാസ്റ്റ് ചെയ്യും. അതായത് ഏർണിങ്സ് പെർ ഷെയർ എത്രയായിരിക്കും, ഡിവിഡൻഡ് പെർ ഷെയർ എത്രയായിരിക്കും, ഷെയർ പ്രൈസ് എത്രയായിരിക്കും, മാർക്കറ്റിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ഇൻഡെക്സസിലും വരുന്ന ഡിഫറൻസ് എന്തായിരിക്കും, ഇതൊക്കെ എന്തായിരിക്കും ആ ആനുവൽ റിപ്പോർട്ട്സിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് ഈസ് ദ അനദർ മെയിൻ സോഴ്സ് ഓഫ് കമ്പനി ഡാറ്റ. The prospect is being published while making public issue. ഒരു കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുന്ന സമയത്താണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക. In prospectus, company present a review of their working, composition of their management team and future investment plans of their company. അല്ലേ, ഒരു കമ്പനി അവരുടെ പ്രോസ്പെക്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഇപ്പോഴത്തെ വർക്കിങ്ങിൻ്റെ ഒരു പ്രസന്റ് റിവ്യൂ ഉണ്ടാവും. അതുപോലെ അവരുടെ കമ്പനിക്കുള്ളിലെ മാനേജ് ടീമിൻ്റെ കോമ്പോസിഷൻ ഉണ്ടാവും. കോമ്പോസിഷൻ മീൻസ് അറേഞ്ച്മെന്റ് ഓഫ് മാനേജ്മെന്റ് ടീം ആൻഡ് ദ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഓഫ് ദ കമ്പനീസ്. ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു പ്രോസ്പെക്ടസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ കോളേജിന് ഒരു പ്രോസ്പെക്ട്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൻ്റെ ഡയറിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും, അതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും, അതിൻ്റെ ഉള്ളിലത്തെ ടീച്ചേഴ്സിൻ്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പ്ലാൻസും ഉണ്ടാവും. അതിനെയാണ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ കമ്പനി പുതിയതായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോസ്പെക്ട്സ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡ്സ്. Investment guide means it is the guide published by the agencies. Some agencies നമ്മൾ എന്ത് ചെയ്യും, ചില കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടാകും. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊത്താരിസ് ഇക്കണോമിക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡ് ഇൻ ഇന്ത്യ ഒരു ഇയർലി പബ്ലിക്കേഷൻ ആണ് കൊത്താരി സൺസിന്റെ. അതെന്ന് പറയുന്നത് കമ്പനി ഡാറ്റാസ് കിട്ടാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ആണ്. The guide contains a lot of data on individual companies, their progress and management besides the industry scenes. അതായത് അതിൻ്റെ ഉള്ളിൽ കൊത്താരി ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റ് ഗൈഡ് ഓഫ് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് കമ്പനീസ് ഡാറ്റ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ആ ഇൻഡിവിജ്വൽ കമ്പനിയുടെ പ്രോഗ്രസ്സും മാനേജ്മെന്റും ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ്. Newspapers and journals are the important source of information regarding a financial information of a company. These informations are represented in the newspaper in a special column such as investors guide, company profiles, reports, company news, comments, business notes, etc. ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പ്രത്യേക ഫീച്ചർ ആയിട്ട് തന്നെ അവരെന്ത് ചെയ്യും, ബിസിനസ് ഗൈഡ്സ്, കമ്പനി പ്രൊഫൈൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. The Economic Times of India, Financial Express, Business Standards, Commerce and Business India and India Today ഇവരൊക്കെ എന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ കമ്പനിയുടെ പ്രസന്റ് റിപ്പോർട്ട്സും അവരുടെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സും റിവ്യൂസും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഏറ്റവും നല്ല സോഴ്സ് ആണ് എന്ത്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ഒഫീഷ്യൽ ഡയറക്ടറി. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒഫീഷ്യൽ ഡയറക്ടറി എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒഫീഷ്യൽ ഡയറക്ടറിയിൽ ഉണ്ടാവുന്നത്. In stock exchange official directory, it includes the information about all the companies whose shares are listed in the stock exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒഫീഷ്യൽ ഡയറക്ടറിയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഇറ്റ് ഗീവ്സ് എ ബ്രീഫ് ഹിസ്റ്ററി, പ്രോഗ്രസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എ പീരീഡ് ഓഫ് 10 years. അതായത് 10 years ആയിട്ട് ആ കമ്പനിക്കുള്ള പ്രോഗ്രസ്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീഫ് ഹിസ്റ്ററി. അതുകൂടാതെ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ റേഷ്യോസ്, ട്രെൻഡ് ഓവർ ദ ലാസ്റ്റ് 10 years,
ഹൈ ആൻഡ് ലോവർ പ്രൈസ് ഓഫ് കമ്പനി ഷെയർസ് ഒക്കെ എന്ത് ചെയ്യും ഈ ഡയറക്ടറിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും.